ഇല്ല, കൂടുതലായ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന്, മേപ്പാടി പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്നിട്ടുള്ള മീറ്റിംഗ് ചേർന്നു. ഇവിടം മാത്രമല്ല, വൈത്തിരി പഞ്ചായത്തിലും പൊഴുതന പഞ്ചായത്തിലും കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിൽ സമാനമായിട്ടുള്ള പഞ്ചായത്ത് തല യോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൈമാറുകയാണ്. അവിടങ്ങളിലും സമാനമായിട്ടുള്ള മീറ്റിംഗ് നടക്കും. ഇതിലൊന്ന്, മേപ്പാടി പഞ്ചായത്തിൽ എറാട്ടുകുണ്ട് ഉന്നതി, കുപ്പച്ചി ഉന്നതി ഉൾപ്പെടെയുള്ള, പിന്നെ കാശ്മീർ കുന്ന്, ഈ കാശ്മീർ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകളെ മാറ്റാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. രണ്ട്, അതിൽ ചിലപ്പം വിളിച്ചാൽ വരാത്തതായ കേസുണ്ട്. എറാട്ടുകുണ്ട് കോളനിയിൽ ഇന്നലെയും പോയി വിളിച്ചിരുന്നു, ഇന്നും സംസാരിച്ചിരുന്നു. അവർ വരുന്ന സാഹചര്യമല്ല, പക്ഷേ അവിടെ പിന്നെ അനുനയിപ്പിച്ചവരെ കൊണ്ടുവരാനുള്ള പ്രത്യേകമായ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള മിഷൻ എടുക്കുകയാണ്. മറ്റൊന്ന്, മീനാക്ഷി പാലത്തിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് അവിടെയുള്ള ആളുകൾ 9, 10, 11 3 വാർഡുകളും 8ന്റെയും 12ന്റെയും ഭാഗമായിരിക്കുന്ന താഴെ ഭാഗത്തും മറ്റുള്ള ഏരിയയിലുള്ള ആളുകൾ. അപ്പോൾ ഈ ആളുകൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചതായ കാര്യം ഇന്ന് ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിയാലോചനകൾ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ആലോചിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചൂരൽമല ഭാഗത്ത് ഡോക്ടറുടെയും അതുപോലെ നേഴ്സസിൻ്റെയും മെഡിസിൻ്റെയും സൗകര്യത്തോടു കൂടി സബ് സെന്റർ ഈ മഴ കഴിയുന്നത് വരെ ക്രമീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അത് DMOക്ക് ഇന്ന് തന്നെ നിർദ്ദേശം കൊടുക്കും. അവിടെയുള്ള ആളുകൾക്ക് ദൂരം പോകുവാനും മറ്റും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് അതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. മറ്റൊന്ന്, ഷെൽട്ടർ ഹോം. ആ ഷെൽട്ടർ ഹോം ഇപ്പോൾ പല സമയത്തും പോളിടെക്നിക് ആണെങ്കിൽ സ്കൂളുകളാണെങ്കിലും അവിടേക്ക് മാറ്റുമ്പോൾ കുട്ടികളുടെ അധ്യയനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ പെർമനന്റ് ഷെൽട്ടർ ഹോം വേണം എന്നുള്ളതായ ആവശ്യം അത് നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ജില്ലാ കലക്ടറെ ഈ കാര്യത്തിൽ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തും. അവിടെ സ്ഥലം ലഭ്യമാക്കി അതിനുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കും. പിന്നെ പഞ്ചായത്തിൽ നിലവിൽ പോളിടെക്നിക് ഉൾപ്പെടെ എവിടെയൊക്കെ മഴ കനക്കുകയാണെങ്കിൽ എവിടെയൊക്കെ റിലീഫ് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത് സ്കെച്ചിങ് നടത്താനും സംവിധാനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കാനുമുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. മണ്ണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ള ടണൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡംപ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന സൈറ്റിലുള്ള മണ്ണ്, ആ മണ്ണിന്റെ ആശങ്ക വളരെ സീരിയസ് ആയിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ സൂചിപ്പിച്ചു. അത് ഇന്നലെ രാത്രിയും ചർച്ച ചെയ്തിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന മീറ്റിംഗിൽ ആ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യും. അതിനുള്ള ഒരു മെക്കാനിസം എത്ര പരമാവധി വേഗതയിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് അതിന്റെ കാര്യവും തീരുമാനമെടുക്കാനിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ആലോചിച്ചിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട മീറ്റിംഗ് വിളിച്ചായിരുന്നു. ഇതിന്റെ തുടർ മീറ്റിങ്ങുകളും തുടർ കാര്യങ്ങളും ഉണ്ടാവും. പ്രാദേശിക ഒരു കാര്യം പ്രത്യേകം പറയുന്നു. 2018, 2019, പിന്നെ 2020, അത് കഴിഞ്ഞ് 24, പിന്നെ 26 തുടർച്ചയായി മേപ്പാടി പഞ്ചായത്തിൽ ഈ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോവുക. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ഒന്നിച്ച് ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് പഠനം ഈ കാര്യത്തിൽ നടക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാണ്. എല്ലാവരും പിന്നെ മാധ്യമപ്രവർത്തകരോടുള്ള ഒരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ്, റിലീഫ് ക്യാമ്പുകൾ
അത് താമസിക്കുന്നതായ ആളുകളുടെ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് അവിടത്തേക്ക് ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടവും എല്ലാവരും പഞ്ചായത്തും ഒക്കെ ചേർന്ന് ഒന്നിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയായി എല്ലാവരും സഹകരിക്കണം എന്നുള്ളതും പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുക. വൈത്തിരിയും പൊഴുതന പഞ്ചായത്തും രണ്ടിടത്തും മീറ്റ് ചെയ്യുന്ന കൽപ്പറ്റ അസംബ്ലിയിൽ ടോട്ടൽ ഇന്ന് ആലോചിക്കും. എവിടെയെങ്കിലും ഈ പ്രിപ്പറേഷൻസ് ആവശ്യമുള്ളതായിരിക്കുന്ന സ്ഥലങ്ങൾ, മൺസൂൺ കനക്കുന്നതായ സാഹചര്യത്തിൽ എവിടെയൊക്കെ ഈ പ്രിപ്പറേഷൻസ് മീറ്റിംഗ് ആവശ്യമുണ്ട് അതിന്റെ നടപടി എടുക്കും. ഇന്ന് 2 പഞ്ചായത്തിലും കൂടെ പൊഴുതനയിലും അതുപോലെ വൈത്തിരിയിലും മീറ്റിംഗ് നടത്താനുള്ള നിർദ്ദേശം കൊടുക്കുക. കുടുങ്ങി കിടക്കുന്ന പശ്ചാത്തലമില്ല. ഇപ്പോൾ ചില ഉന്നതികളിലെ ആളുകളുണ്ട്. അപ്പോൾ അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തഹസിൽദാരെ ചുമതലപ്പെടുത്തി അവർക്ക് വേണ്ടതായ ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ അസിസ്റ്റൻസ് കൊടുക്കും. അവരെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുക. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അവരെ മാറ്റി താമസിപ്പിക്കണം. അതിനുള്ള നടപടിയെടുക്കും. എനിക്ക് തോന്നുന്നത് നേരെ ഈ സംഭവ സ്ഥലത്തേക്കാണ് ആദ്യം വരിക. അതിനുശേഷം ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് തീരുമാനമെടുക്കും. ഒന്ന്, ചൂരൽമല മുണ്ടകൈക്ക് ശേഷം നമ്മുടെ ഡോപ്ലർ റഡാർ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റാണ്. ഡോപ്ലർ റഡാർ പഴശ്ശി കോളേജിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുക. പിന്നെ DDMA, ഹ്യൂം അടക്കമുള്ള സംവിധാനങ്ങളുടെ ഏകോപിതമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ജില്ലയിൽ. അതും നടന്നുകൊണ്ടിരിക്കുക. പരമാവധി ഇടങ്ങളിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എൻവയറൺമെന്റൽ സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, ഹ്യൂം സെന്റർ, ഇവരുടെയൊക്കെ മഴമാപിനികൾ അത് പരമാവധി സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ പുരോഗമിക്കുക പരമാവധി ഇടങ്ങളിൽ. അതിന്റെയൊക്കെ ഒരു ബെറ്റർ കോർഡിനേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ആലോചന നടത്തും.